അതുകൊണ്ട് മാത്രമാണ് ആരെയും സ്നേഹിക്കുന്നത് മരണത്തിന്റെ പിടിയിൽ വരാം, എന്നും അവസാനിക്കാം ഈ ലോകം അവനെ സംബന്ധിച്ച് എന്നതുകൊണ്ടാണ്. മരണമാണ് നമ്മുടെ ജീവിതത്തെ അമൂല്യമാക്കിയിരിക്കുന്നത്. മരണമാണ് ജീവിതത്തിലെ ആകർഷണീയമായ എല്ലാറ്റിൻ്റെയും ആകർഷണം എന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു. പുലരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അയാൾ എണീറ്റ് നടക്കുന്നു. അങ്ങനെ അയാൾ ഈ ക്യാൻസർ പേഷ്യന്റിനെ വീണ്ടും കാണുന്നു. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. അയാൾ ഹലോ എന്ന് പറയുന്നു. വളരെ ദിവസമായി ഇതുപോലൊരു ഹലോ ഈ ക്യാൻസർ പേഷ്യന്റ് കേട്ടിട്ട് അയാളിപ്പോൾ ചായയൊന്നും കഴിക്കാറില്ല, അയാളിപ്പോൾ പത്രങ്ങളൊന്നും വായിക്കാറില്ല, അയാൾ യോഗത്തിൽ നിന്നൊക്കെ വിട്ട മാതിരിയാ. പക്ഷെ അന്ന് അയാൾ തിരികെ ചെന്ന് കാപ്പി കുടിക്കുന്നു, അന്ന് അയാൾ തിരികെ ചെന്ന് പത്രം വായിക്കുന്നു. അന്ന് വൈകുന്നേരം അയാൾ മരിച്ചു. എല്ലാവരെയും പോലെ അതുവരെയും ജീവിതം പിന്തുടർന്നതിന് ശേഷം അതിസ്വാഭാവികമായി മനുഷ്യനായി അയാൾ മരിച്ചു. ഇങ്ങനെ മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹലോ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെ ഹൃദയത്തിലുണ്ട് എന്നതുകൊണ്ടാണ് അത് വലിയ മാറ്റമാണ് എന്ന് ഞാൻ പറയുന്നത്. ഈ ഫേസ്ബുക്ക് പ്രസ്ഥാനത്തിന്റെ പിന്നിലും ഇത്തരം ഒരു ന്യായമുള്ളതായി ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ ഒരു ഡോക്ടർ നമ്മളുടെ മുമ്പിൽ ആദരിക്കപ്പെടുന്നത് എന്നർത്ഥം. അദ്ദേഹം ഹലോ പറയാത്തവരായി ഇവിടെ ഈ ഭാഗങ്ങളിൽ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കുറഞ്ഞ പോലെ. അപ്പോ അങ്ങനെ ആളുകൾ പറയും ലോകത്ത് വലിയ വലിയ ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ പരിഹാരങ്ങളും ഇതേ വിധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ഒരിക്കൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അത്ര ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഡൽഹിയിലെങ്കിലും പുതിയ പാർട്ടി. കേരളത്തിൽ പണ്ട് നക്സലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നിനും നമ്മൾ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒ വി വിജയന്റെ ഒരു കഥയുണ്ട്. ഇങ്ങനെ അമ്പലം വിഴുങ്ങുന്ന ഒരു മാജിക്കുകാരൻ. ആളുകളൊക്കെ നോക്കുമ്പോൾ അമ്പലമായിട്ട് വിഴുങ്ങുന്നു, പക്ഷെ ഈ മാജിക്കിന്റെ പരിധി വിട്ട് ഒരു സ്ഥലത്താണ് ഈ എഴുത്തുകാരൻ നിൽക്കുന്നത്. അയാൾ